ഇവിടെ ഒരു ഗെയിമിൽ വിജയിച്ചാൽ $300 മില്യൺ പ്രൈസ് മണി കിട്ടും. അതിനായി ഒരു ചെറിയ റൂമിനകത്തുള്ള 3 റിങ്സ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇക്കാര്യം അറിഞ്ഞ് ഒത്തിരി പേർ ആ ഗെയിമിൽ പങ്കെടുക്കുന്നു. പക്ഷെ മാസങ്ങളായിട്ടും ആ റിങ്സ് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അതിൽ പങ്കെടുത്ത എല്ലാവരും ഗെയിമിന്റെ ഓർഗനൈസർമാരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. കാരണം ആ ഗെയിമിന്റെ എൻട്രി ഫീസ് വളരെ കൂടുതലാണ്. ആ കാശിനു വേണ്ടിയാണ് റിംഗ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് ഗെയിം നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ സാട്ടോയ്ക്ക് ഗെയിമിൽ പങ്കെടുത്ത എല്ലാവരും എന്തോ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ പങ്കെടുത്ത എല്ലാവരോടും സംസാരിച്ചു നോക്കുന്നു. പക്ഷെ എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നു. അതുകൊണ്ട് സത്യം അറിയുന്നതിനായി എൻട്രി ഫീസ് അടച്ച് അവനും ഗെയിമിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഒരാൾ സാട്ടോയെ അവന് വേണ്ടിയുള്ള റിങ്സ് ഒളിപ്പിച്ചിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുവരുന്നു. റൂം തുറന്നതും അവൻ ഷോക്കാവുന്നു. കാരണം ആ റൂം ഫുള്ള് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവനെ കൂട്ടിക്കൊണ്ടുവന്നയാൾ ഓരോ റൂമിലും വ്യത്യസ്തമായ രീതിയിലാണ് റിങ്സ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം അയാൾ 3 മിനിറ്റിൽ റിങ് കണ്ടുപിടിച്ചാൽ കാശ് നിനക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ കാലുവെച്ച് ഡോർ ബ്ലോക്ക് ചെയ്ത സാട്ടോ ഈസിയായ റൂമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ ഹാർഡായ റൂമിൽ നിന്ന് കണ്ടെത്താൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ആ സ്റ്റാഫ് ഇത് സത്യസന്ധമായി നടത്തുന്ന ഗെയിമാണ്, 3 റിങ്സും ഈ റൂമിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതിന് സാട്ടോ റിങ് ഈ റൂമിൽ തന്നെയുണ്ട്, പക്ഷെ ഡോർ അടയ്ക്കുമ്പോൾ കാണാതാവുന്നെങ്കിൽ അതിന് ഒരേ ഒരു ചാൻസേ ഉള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാഫ് വേഗം തന്നെ ഡോർ അടയ്ക്കാൻ പോകുമ്പോൾ സാട്ടോ അവനെ തടഞ്ഞ് ഡോർ ഹാൻഡിൽ ഊരാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അവൻ സംശയിച്ചതുപോലെ തന്നെ ആ 3 റിങ്സും ഡോർ ഹാൻഡിലിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു.